സമുദ്രത്തിന്റെ രഹസ്യങ്ങൾ തേടിയൊരു യാത്ര പോയാലോ? നമ്മൾ അറിയാത്ത അത്ഭുതങ്ങൾ. സമുദ്രം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് ധാരാളം വെള്ളമാണല്ലേ. അതിൻ്റെ അടിയിൽ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ആഴത്തിൽ ആഴത്തിൽ എത്രയെത്ര നിഗൂഢതകളാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. സമുദ്രം ഒരു അത്ഭുതം തന്നെയാണ്. നമ്മുടെ ഭൂമിയുടെ ഏകദേശം 71% ഭാഗവും സമുദ്രമാണ്. എന്നാൽ അതിൽ ഭൂരിഭാഗവും ഇന്നും മനുഷ്യന് പൂർണ്ണമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല. സമുദ്രം ഒരു വലിയ നിഗൂഢ ലോകമാണ്. സമുദ്രത്തിന്റെ ആഴം എത്രയായിരിക്കാം? നിങ്ങൾക്കറിയാമോ? ലോകത്തിലെ ഏറ്റവും ആഴമേറിയ പ്രദേശം മരിയാന ട്രഞ്ചാണ്. സമുദ്രത്തിൽ ഇതുവരെ കണ്ടെത്താത്ത ജീവികളും ഉണ്ടത്രേ. ശാസ്ത്രജ്ഞർ ഓരോ വർഷവും പുതിയ സമുദ്ര ജീവികളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ആഴക്കടലിൽ ജീവിക്കുന്ന പല ജീവികൾക്കും സ്വന്തം പ്രകാശം സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ സമുദ്രത്തിനടിയിൽ ധാരാളം പർവ്വതങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. പല പുരാണ കഥകളിലും നമ്മൾ കേട്ടിട്ടില്ലേ സമുദ്രത്തിനടിയിലെ പർവ്വതങ്ങളെക്കുറിച്ച്. ധാരാളം പർവ്വതങ്ങൾ സമുദ്രത്തിനടിയിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ അഗ്നിപർവ്വതങ്ങളും ഉണ്ടത്രേ. ഭൂമിയിലെ ഏറ്റവും വലിയ പർവ്വത ശൃംഖല പോലും സമുദ്രത്തിനടിയിലാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഇനി വലിയൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. സമുദ്രം നമുക്ക് ഓക്സിജൻ നൽകുന്നുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ വലിയൊരു പങ്ക് സമുദ്രത്തിലെ സൂക്ഷ്മ സസ്യങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് സമുദ്രത്തെ ഭൂമിയുടെ ശ്വാസകോശങ്ങളിലൊന്നായി വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സമുദ്രത്തിൽ ധാരാളം ജീവികളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ജീവികളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം നമ്മൾക്കും കൂടിയാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് മലിനീകരണത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമുദ്രത്തിലെത്തുന്നു. ഇത് കടൽ ജീവികളുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാണ്. ഇനി എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ പ്ലാസ്റ്റിക് മലിനീകരണത്തെക്കുറിച്ച്. ശബ്ദങ്ങളുടെ ലോകം. സമുദ്രം നിശബ്ദമല്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ സമുദ്രം നിശബ്ദമായും സ്വസ്ഥമായും കാണാം അല്ലേ? പക്ഷേ സമുദ്രത്തിനടിയിൽ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കാമത്രേ. തിമിംഗലങ്ങളുടെ പാട്ടുകൾ, ഡോൾഫിനുകളുടെ ആശയവിനിമയം, തിരമാലകളുടെ ശബ്ദം, ഭൂകമ്പങ്ങളുടെ തരംഗങ്ങൾ, ഇതെല്ലാം സമുദ്രത്തിനുള്ളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾക്കിനിയും സമുദ്രത്തെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. എത്രയെത്ര ജീവികളാണ് നമ്മെ എന്നും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സമുദ്രത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഓഷ്യാനോഗ്രഫി അഥവാ സമുദ്രശാസ്ത്രം. ഓഷ്യാനോഗ്രഫി സമുദ്രത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്ന മേഖലയാണ്. ഓഷ്യാനോഗ്രഫിയിൽ ഫിസിക്കൽ ഓഷ്യാനോഗ്രഫി, ബയോളജിക്കൽ ഓഷ്യാനോഗ്രഫി, ജിയോളജിക്കൽ ഓഷ്യാനോഗ്രഫി, കെമിക്കൽ ഓഷ്യാനോഗ്രഫി എന്നിങ്ങനെ ബ്രാഞ്ചസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഏറെ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കളക്ട് ചെയ്യണേ. സമുദ്രത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ഇനിയും ധാരാളം അറിയാനുണ്ട്. നമ്മുടെ സ്വന്തം ഭൂമിയിലെ സമുദ്രം ഇന്നും അനേകം രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഇനിയും എത്ര അത്ഭുതങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു? നിങ്ങൾക്ക് സമുദ്രത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതണേ. സമുദ്രത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന രഹസ്യങ്ങളും എല്ലാവരുമായും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക.